അതെ, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഏകദേശം തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കുറേ ഡ്രോണുകൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി എയർഫോഴ്സൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട്. കുറേ ഡ്രോണുകൾ നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ 1971 ശേഷം ഇന്ത്യ ആദ്യമായിട്ട് കറാച്ചിയിൽ INS വിക്രാന്ത് മുഖാനെ, അതായത് നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡിൽ ഉണ്ടാക്കിയിട്ടുള്ള INS വിക്രാന്ത് മുഖാനെ അടിച്ച് തകർത്തിരിക്കുകയാണ്. സോ നമുക്ക് മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യയിലേക്ക് പല മിസൈലുകൾ വന്നിട്ടുള്ളത് നമ്മുടെ എയർഫോഴ്സ് അല്ലെങ്കിൽ ഡിഫൻസ് ഒക്കെ അത് നശിപ്പിച്ചിട്ടുണ്ട്. സോ ഇന്ത്യ പാകിസ്ഥാൻ വാർ ഏകദേശം നല്ല രീതിയിൽ തന്നെ തുടങ്ങുന്നതാണ്. സോ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് അവധിക്ക് പോയിരിക്കുന്ന മിലിറ്ററി അല്ലെങ്കിൽ ജവാന്മാരോട് തിരിച്ച് ക്യാമ്പിലേക്ക് ചെല്ലാൻ വേണ്ടി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏകദേശമൊക്കെ. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഫ്ലൈറ്റിലോ എയർപോർട്ടിലോ ഒക്കെ കാണുകയാണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്ത് ലെയർ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല എവിടെയാണെന്ന്. ഐ തിങ്ക് ബോംബെയിലാണെന്ന് തോന്നുന്നു. ബോംബെയിൽ വെച്ചിട്ട് ഞാൻ കണ്ടു, ആദ്യം ബിസിനസ് ക്ലാസ് ആൾക്കാരെയാണ് കൊണ്ടുപോയത്. രണ്ടാമത് അവർ അനൗൺസ് ചെയ്തിട്ടുള്ള സീനിയർ സിറ്റിസൺസ് അതുപോലെ ആർമി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ അനൗൺസ് ചെയ്ത് പ്രിഫറൻസ് കൊടുത്ത് അവർക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്ത്. അതിനുശേഷമാണ് അവർ സോൺ വൈസ് A B C അങ്ങനെയൊക്കെ കൊണ്ടുപോയത്. സോ അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ബസ് സ്റ്റാൻഡിലും എയർപോർട്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് പ്രിഫറൻസ് കൊടുക്കണം, നമ്മൾ മാറിക്കൊടുക്കണം. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളും എൻ്റെ റിലേറ്റീവ്സൊക്കെ ലീവിന് വന്നിട്ടുള്ളവരും ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഓക്കെ അവർ പേടിച്ചിരിക്കുകയാണ്, പക്ഷേ ആക്ച്വലി അവരൊക്കെ ഈവൻ എൻ്റെ അളിയനാണെങ്കിലും നാട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് അവരൊക്കെ എക്സൈറ്റഡ് ആണ്, പോകാൻ വേണ്ടി റെഡിയാണെന്നാണ് അവരുടെ സംസാരത്തിൽ നമുക്കറിയാൻ പറ്റുന്നത്. പക്ഷേ നമുക്കറിയാം അവരുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പേടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റോ അതല്ലെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതൊക്കെ വരുന്ന സാഹചര്യമായിരിക്കും. അപ്പോൾ നമ്മളാൽ കഴിയുന്നവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കുക, സീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുക, നമുക്കൊരു ഷെയർ കൊടുക്കുക. അതുപോലെ നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ലിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അടുത്തൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വളരെ ഉപകാരപ്പെട്ട സംഭവമായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വിടുന്നതും ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് വിടുന്നതും പണ്ടെപ്പോഴും നടന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് നടന്നിട്ടുള്ള വാറിൻ്റെ വീഡിയോസ് ഇടുന്നതും അതുപോലെ തന്നെ നമ്മുടെ പല ഗെയിം സീരീസിൻ്റെയൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇവിടെ അടിയുടെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ആയിട്ടുള്ള ഇടുന്നുണ്ട്. സോ അങ്ങനെ ദയവ് ഇത് ആരും ഇടാതിരിക്കുക. ഇത് വെറുതെ ഒരു ഫണ്ണായിട്ട് കരുതാതിരിക്കുക. നമ്മൾക്ക് വരുമ്പോഴേ നമ്മുടെ അടുത്ത് വരുമ്പോഴേ ഇതൊക്കെ നമുക്കൊരു പ്രയോറിറ്റി ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. മറ്റടുത്താണ് നമ്മൾ കേരളത്തിലാണ്, ഇത് അങ്ങ് അതിർത്തിയിലാണ്, ഗുജറാത്തും രാജസ്ഥാനും ജമ്മു ആൻഡ് കാശ്മീരും പഞ്ചാബിലുള്ള ആൾക്കാരാണ് അവർ ഫേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ സംഭവം. നമ്മൾക്കും ഈ പറഞ്ഞ പോലെ ഈ കേരളക്കാർക്കും ഈ കടൽ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതൊരു അതിർത്തിയാണ്, ഒരു ഷിപ്പ് അങ്ങോട്ട് വരാമെന്ന് വലിയ കാര്യമൊന്നുമില്ല. സോ നമ്മൾ ഇതിനെ ഒരു ഫണ്ണായിട്ട് കാണാതിരിക്കുക. മറ്റൊരു കാര്യം, ഇതുപോലെ നമ്മൾ പല ഫേക്ക് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഓഫ് കോഴ്സ് നമ്മുടെ ട്രൈഡ് റെഗുലേഷൻ പ്രകാരം ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ പതിവിലും നമ്മുടെ ഈ ഇതുപോലുള്ള ഏരിയാസിൽ, അതായത് യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സാഹചര്യമുള്ള ഏരിയാസിലൊക്കെ ഇൻ്റർനെറ്റ് കട്ടാക്കും, അതുപോലെ SMS-ൻ്റെ എണ്ണം കുറയ്ക്കും, ചിലപ്പം ഫുള്ളി സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യും, ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ മോക്ക് ഡ്രില്ലൊക്കെ ഇത്ര വർഷത്തിന് ശേഷം ഇന്ത്യയിൽ വീണ്ടും അത് കൊണ്ടുവന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഇന്ത്യ ഫുള്ള് ഇൻ്റർനെറ്റ് ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഇതുപോലെ അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ഇട്ട് നമ്മുടെ സമയം കളയാതിരിക്കുക. ഓഫ് കോഴ്സ് വേണം, നമുക്ക് ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ വാറുമായിട്ട് ബന്ധപ്പെട്ട് അത് ട്രോളാതിരിക്കുക. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ആർമിയെ ട്രോളാതിരിക്കുക. നമ്മളും അവരെ എന്തെങ്കിലും പറയുകയൊക്കെ നമുക്കതൊരു ഒരു കുഴപ്പമില്ല. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും നടക്കുന്ന വാറിൽ ഇന്ത്യയാണ്, ഈവൻ ക്രിക്കറ്റിലായാലും വാറിലായാലും ഇന്ത്യയാണ് എപ്പോഴും നമുക്ക് വിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ തന്നെ നടക്കും. ശക്തമായ താക്കീത് രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഒരു ഡിഫൻസ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന ഡിഫൻസ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ വാർ തുടങ്ങിയിട്ടില്ല. വീണ്ടും തുർക്കിയുടെ കപ്പലുകളും ഫ്ലൈറ്റുകളും ജെറ്റ് വിമാനങ്ങളും ഒക്കെ അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, വാർത്തയിലൂടെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ട് ചൈനയ്ക്കും അതല്ലെങ്കിൽ തുർക്കിക്കും ഒക്കെ കയറി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുകളിൽ നല്ല വലിയ വലിയ ശക്തികൾ അല്ലെങ്കിൽ വലിയ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ പൊതുവായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതും. സോ ദെൻ ബൈ, മാക്സിമം എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.